ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പൈനാപ്പിൾ പുളിശ്ശേരിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2-3 പച്ചമുളക്, ഇത് എല്ലാം കൂടെ നമുക്ക് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കഷ്ണം വേവാനായിട്ടുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആ കഷ്ണം ഒന്ന് വേവട്ടെ. അതിന് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തേങ്ങ കുറച്ച് ചിരവിയതും കുറച്ച് ജീരകം, ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് നല്ല വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് കഷ്ണം വെന്തോന്ന് നോക്കാം. കഷ്ണം വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കാം. ഇനി നമുക്ക് ഇത് അരപ്പൊന്ന് ചൂടായാൽ മതി. ഒരുപാടൊന്ന് തിളയ്ക്കേണ്ട കാര്യമില്ല. ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇത് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് കടുക് വറുക്കണം. അതൊന്ന് ആറുന്ന സമയം കൊണ്ട് നമുക്ക് അതിനകത്ത് തൈര് കുറച്ചൊന്ന് ഉടച്ച് ചേർക്കണം. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് വറുക്കണം. ഇപ്പോൾ ഇത് ആറിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തൈര് ഉടച്ച് ഒഴിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതോ ഇച്ചിരി ഉലുവയുടെ പൊടിയോ അതൊക്കെ ചേർക്കാം. ഉലുവപ്പൊടിയോ ഉലുവയൊക്കെ ചേർക്കാം. ഞാൻ ഉലുവപ്പൊടിയൊന്നും ചേർക്കുന്നില്ല ഇപ്പോൾ. വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഇത് താളിച്ചൊഴിക്കാം. ഇവിടെ മറ്റേ ഉലുവയുടെ ഒന്നും ടേസ്റ്റ് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. ഉലുവപ്പൊടിയും ചേർക്കാം, ചെറിയ ഉള്ളി നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. അത് നമുക്ക് കടുക് താളിച്ച് കറിയിലേക്ക് ഒഴിച്ച് ഇളക്കാം. നല്ല സൂപ്പറായിട്ടുള്ളൊരു പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.